Dear students, we are going through the chapter Capital Market. Capital Market detail ആയിട്ട് capital marketന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Financial market divided into two categories, capital market and money market. Then capital market again divided into industrial securities market, government securities market and long-term loan market. Then the last class we discussed about meaning of capital market or meaning of primary market or new issue market, then the role of new issue market in primary or Indian economy. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്, ഒറിജിനേഷൻ, അണ്ടർ റൈറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ today we are going to a new topic, that is methods of floating new issue. Primary market അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ എങ്ങനെയാണ് ന്യൂ ഇഷ്യൂ ചെയ്യാനുള്ള ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, അതാണ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ. ഇഷ്യൂസ് മെയ്ഡ് ബൈ പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ബൈ an Indian company can be classified as public issue, right issue, bonus issue and private placement. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ഫ്രഷ് ഇഷ്യൂ ഓഫ് എനി അതർ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള ഫ്രഷ് ഇഷ്യൂസ് ആണ് പ്രൈമറി മാർക്കറ്റിൽ നടക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നാണ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പോപ്പുലർ മെത്തേഡ്സ് ആണ് ന്യൂ ഇഷ്യൂ ഫ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇഷ്യൂസിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് 4 കാറ്റഗറീസ് ആയിട്ടാണ്. സോ ഫ്ലോട്ടിംഗ് ഓഫ് ഇഷ്യൂ ഡിവൈഡഡ് ഇൻറ്റു 4 categories. The first is public issue, second is right issue, third is bonus issue and the last is private placement. ഇതിൽ നമുക്ക് കാണാം 4 കാറ്റഗറീസ് ആയിട്ടാണ് ഇഷ്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ പബ്ലിക് ഇഷ്യൂ ഇസ് ദ ബേസിക് മെത്തേഡ് ഓഫ് ഫ്ലോട്ടിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ, ദാറ്റ് ഈസ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ മീൻസ് issuing securities directly to the public by using 3 methods. 3 മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക് ഇഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട 3 മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് IPO എന്ന് പറയുന്ന മെത്തേഡാണ്, ദ സെക്കൻഡ് ഇസ് FPO, ഫർദർ പബ്ലിക് ഓഫർ, ആൻഡ് ദ തേർഡ് ഇസ് ഓഫർ ഫോർ സെയിൽ. സോ IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, second is FPO, further public offer, and the third is offer of sale. ഈ 3 രീതികൾ യൂസ് ചെയ്തിട്ടാണ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ഓഫ് ന്യൂ ഇഷ്യൂവിൽ 4 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ, രണ്ടാമത്തത് റൈറ്റ് ഇഷ്യൂ, മൂന്നാമത്തത് ബോണസ് ഇഷ്യൂ ആൻഡ് ഫോർത്ത് ഇസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇനി പബ്ലിക് ഇഷ്യൂവിൽ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, FPO, ന്യൂ ഫർദർ പബ്ലിക് ഓഫർ, ആൻഡ് ദ തേർഡ് ഈസ് ഓഫർ ഫോർ സെയിൽ. ഇനി എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്താണ്? വാട്ട് ഈസ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണ്? It is an offer or initial public offer. The investor obtains the application form of the company. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നു. He fills it and reminds the application money as specified in the application form. For the investor does not receive the allotment, the company refunds the application money to the investor. അപ്പോൾ ഇൻവെസ്റ്ററിന് ഡയറക്റ്റായിട്ട് ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് IPOയിൽ വരുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. Here the investor obtains the application form of the company and fills it and reminds the application money as specified in the application form.
ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഓഫറിങ്സിനെയാണ് IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയുന്നത്. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എങ്ങനെയായിരിക്കും നടത്തുന്നത്? അതിന് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, ഒരു സ്റ്റെപ്പ് ഉണ്ട്. കുറേ സ്റ്റെപ്സിലൂടെയാണ് IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് നടത്തുക. നമ്മൾ പറഞ്ഞു പബ്ലിക് ഇഷ്യൂലുള്ള പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അല്ലേ? പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന് കുറേ സ്റ്റെപ്സിലൂടെയാണ് പബ്ലിക് ഇഷ്യൂവിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്? സോ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ പറയാം പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എന്നാണ് പറയാം. അപ്പം IPOൻ്റെ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ പറയും പ്രിപ്പറേറ്ററി സ്റ്റെപ്സ്. ഈ പ്രിപ്പറേറ്ററി സ്റ്റെപ്സിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബേസിക് പ്രിപ്പറേഷണറി ആക്ഷൻസിനെയാണ് ഈ സ്റ്റെപ്പിലൂടെ പറയുന്നത്. എന്തൊക്കെയായിരിക്കും ബേസിക് സ്റ്റെപ്സ്? ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? അതിലൊന്നാമത്തതാണ് ടൈമിംഗ് ഷുഡ് ബി ലുക്ക്ഡ് ഇൻ ടു. അതായത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള പ്രോപ്പർ ടൈം കണക്കാക്കുന്നു. പിന്നീട് ചെയ്യുന്നത് ദ ടീം മസ്റ്റ് പ്രിപ്പയർ ദ പ്രോസ്പെക്ടസ് ആൻഡ് ലീഗൽ കംപ്ലയൻസസ്. അപ്പോൾ അതിന് വേണ്ട ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ ഇതിന് വേണ്ട പ്രോസ്പെക്ടസ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. കമ്പനിയുടെ ടീമാണ് ഇത് ശരിയാക്കി വെക്കുന്നത്. അതിനോടൊപ്പം ദേ മേക്ക് ഷുവർ ദ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ദേ മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദിസ് സെക്യൂരിറ്റീസ്. ഈ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും അവർ ഉറപ്പുവരുത്തുന്നു. ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്ന സ്റ്റെപ്പിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് ടു എൻ IPO. അപ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റെപ്സിൽ എടുക്കുന്ന തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഒന്ന് ടൈമിംഗ് കൺസിഡർ ചെയ്യും, അതേപോലെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും, കമ്പനിയുടെ ലീഗൽ കംപ്ലയൻസസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും. ദെൻ മേക്ക് ഷുവർ ദ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. They make sure that there are sufficient number of investors for investing in securities. ഈ കാര്യങ്ങളാണ് പ്രിപ്പറേറ്ററി സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻ്റർമീഡിയറീസ്. രണ്ടാമതായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അതായത് IPOയിൽ സെക്കൻഡായിട്ട് എടുക്കുന്ന സ്റ്റെപ്പാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് എപ്പോഴും നമുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻ്റർമീഡിയറീസിൻ്റെ ആവശ്യമുണ്ട്. സെക്യൂരിറ്റി മാർക്കറ്റ് ഓപ്പറേഷൻസ് കൂടുതൽ സ്മൂത്താക്കാനും സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ട് അതിലെപ്പോഴും ഇൻ്റർമീഡിയറീസിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. സോ ഇഷ്യൂയിങ് കമ്പനി അപ്പോയിൻറ്റ്സ് ദ ഫോളോയിങ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസ് ഏതൊക്കെയായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഇവരൊക്കെ ഇഷ്യൂയിങ് കമ്പനീൻ്റെയും അതേപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറീസ് ആണ്. സോ ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇതിൽ ഇൻ്റർമീഡിയറീസ് വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കുകൾ, അണ്ടർറൈറ്റേഴ്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർറൈറ്റേഴ്സ്. പിന്നെ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഡീലിങ്സ് നടത്താൻ ബാങ്കുകൾ ആവശ്യമാണ്. അതേപോലെ ക്രെഡിറ്റേഴ്സും അത്യാവശ്യമാണ്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസും അത്യാവശ്യമാണ്. സോ ദീസ് ആർ ദ മെയിൻ ഇൻ്റർമീഡിയറീസ് ഇൻ ദ കേസ് ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പറേറ്ററി സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇനി ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യും. പ്രോസ്പെക്ടസ് കണ്ടെയ്ൻസ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ദ കമ്പനി. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. കമ്പനീൻ്റെ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ലീഗൽ ലെയേഴ്സ്, കമ്പനിയുടെ ഫീച്ചേഴ്സ്, കമ്പനിയുടെ നാച്ചുർ, കമ്പനീൻ്റെ സൈസ് തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പനീൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഫോമാറ്റിനെയാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുക. സോ പ്രോസ്പെക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ദർ ആർ
3 stages in the preparation of prospectus. കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഉണ്ടാക്കാൻ വേണ്ടി 3 സ്റ്റേജസ് ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യലാണ്. രണ്ടാമതായിട്ട് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമതായിട്ട് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഈ പ്രോസ്പെക്ടസ് 3 തരത്തിൽ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഡ്രാഫ്റ്റഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നീട് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് പ്രിപ്പയറിംഗ് പ്രോസ്പെക്ടസ്. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്താണ് ഈ ഡ്രാഫ്റ്റഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? കമ്പനിയുടെ പ്രോസ്പെക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് ഡ്രാഫ്റ്റഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ഇൻ ഇഷ്യൂസ് വെയർ ബുക്ക് ബിൽഡിംഗ് എക്സസൈസസ് അഡോപ്റ്റഡ്. ഇതിൽ കമ്പനീൻ്റെ പ്രൈസ് ഒഴികെ ബാക്കി എല്ലാതരം ഡിസ്ക്ലോഷേഴ്സും നടത്തുന്ന പ്രോസ്പെക്ടേഴ്സാണ് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പ്രൈസ് ബാൻഡും ഉണ്ടാവും. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രൈസ് ബാൻഡ് ആൻഡ് ദ ഇഷ്യൂ ഡേറ്റ്സ്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും ഉണ്ടാവും, ഈ പ്രോസ്പെക്ടസിൽ ഇഷ്യൂയിങ് ഡേറ്റും ഉണ്ടാവും, അതേപോലെ പ്രൈസ് ബാൻഡും ഉണ്ടാവും. പക്ഷേ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ എന്തില്ല? പ്രൈസ് ബാൻഡ് ഇല്ല. പകരം ബാക്കി എല്ലാതും ഡിസ്ക്ലോസ് ചെയ്യും, ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യും. അപ്പം ആ 2 ഡിഫറൻസ് ആണുള്ളത്. മൂന്നാമത്തത് നോർമൽ പ്രോസ്പെക്ടേഴ്സ്. അപ്പോൾ ഈ 3rd സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് കമ്പനിയുടെ പ്രോസ്പെക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി 4th സ്റ്റെപ്സിൽ എന്താണ് ചെയ്യുന്നത്? എഗ്രിമെൻറ്റ്സ് ടു ബി ഫൈനലൈസ്ഡ്. കമ്പനിയും ഇൻവെസ്റ്റേഴ്സൊക്കെ തമ്മിലുള്ള എഗ്രിമെൻറ്റ്സിലൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻസ് കൊണ്ടുവരുന്നു. പിന്നീട് ഒരു ബിഡ് ഓപ്പൺ ചെയ്യും. ബിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ ക്ലോഷർ. വാട്ട് ഈസ് ഓഫർ ക്ലോഷർ? ദ IPO ഇസ് ക്ലോസ്ഡ് ആഫ്റ്റർ ബിഡിങ് ഇസ് കംപ്ലീറ്റഡ്. ബിഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ IPO എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ക്ലോസ് ചെയ്യുന്നു. അതിനെയാണ് ഓഫർ ക്ലോഷർ എന്ന് പറയാം. ആഫ്റ്റർ ദാറ്റ് സെക്യൂരിറ്റീസ് അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് അതിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 8 പ്രോസസ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 8 പ്രോസസ്സിലൂടെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ഇഷ്യൂവിൽ 4 കാറ്റഗറീസാണ്. അതിൽ നമ്മൾ ആദ്യത്തെ പബ്ലിക് ഇഷ്യൂ പറഞ്ഞു. പബ്ലിക് ഇഷ്യൂവിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ്. ഇനി പബ്ലിക് ഇഷ്യൂവിൽ വരുന്ന ബാക്കിയുള്ള കാറ്റഗറീസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.